ഭാരതത്തിൽ മൊബൈലായിട്ട് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിനുള്ള രണ്ടാമത്തെ യൂണിറ്റാണിത്. ആദ്യത്തെ യൂണിറ്റ് ചാലക്കുടി നഗരസഭയാണ് ചെയ്തത്. അവിടെ ഒരു മാസത്തിന് ശേഷം രണ്ടാമത്തെ യൂണിറ്റ് ഇപ്പോൾ ചങ്ങനാശ്ശേരി നഗരസഭയിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് 6000 ലിറ്റർ മലിനജലം, സെപ്റ്റേജ് മാലിന്യം ഒരു മണിക്കൂർ കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പൂർണ്ണമായിട്ടും ഒരു ട്രക്കിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. ഇതിനകത്ത് ചെയ്യുന്നത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് മോട്ടർ ഇടുകയാണ് ചെയ്യുക. ആ മോട്ടർ സെപ്റ്റേജ് മാലിന്യം വലിച്ച് ഡയറക്റ്റായിട്ട് ഇവിടെ ആദ്യത്തെ ഒരു ടാങ്കിൽ വരും. ആ ടാങ്കിൽ നിന്ന് അതിനെ ഒരു സെൻട്രിഫ്യൂജ് സിസ്റ്റത്തിലേക്ക് മാറ്റും. സെൻട്രിഫ്യൂജ് സിസ്റ്റത്തിൽ വെച്ചിട്ട് അതിൻ്റെ സോളിഡും ലിക്വിഡും രണ്ടായിട്ട് തരംതിരിക്കുകയും ലിക്വിഡ് പാർട്ടിനെ പല പ്രാവശ്യം ഫിൽട്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസമാണുള്ളത്. അതിനകത്ത് ഒരു സാൻഡ് ഫിൽറ്റർ ഉണ്ട്, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ ഉണ്ട്, മൈക്രോ ഫിൽറ്റേഴ്സ് ഉണ്ട്, അൾട്രാ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത്രയും ഫിൽട്രേഷന് ശേഷം ഒരു ക്ലോറിൻ ഡോസേജും കൂടെ കൊടുത്തതിന് ശേഷം യാതൊരു തരത്തിലുള്ള പാത്തജൻസോ വൈറസോ ഒന്നും ഇല്ലാത്ത തരത്തിൽ ശുദ്ധമായ വെള്ളമായിട്ട് പുറത്തേക്ക് നമുക്ക് ഒഴുക്കിക്കളയാം. കൃഷി ആവശ്യത്തിനും ഈ ജലം ഉപയോഗിക്കാൻ പറ്റും. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോയ്ലറ്റ് വേസ്റ്റുകൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് വഴികളിലും ജലാശയങ്ങളിലും കൊണ്ട് ഒഴുക്കി റോഡുകളും വഴികളും എല്ലാം മലിനമാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ചങ്ങനാശ്ശേരി നഗരസഭ ഈ ഒരു പ്ലാന്റ് എന്നിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ ഇവിടെ ഇത് ട്രീറ്റ് ചെയ്ത് 2 കുപ്പികളിലായിട്ട് ഇതിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതും ട്രീറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളം. അത് കാർഷിക ആവശ്യത്തിനും അല്ലാതെ നമ്മുടെ റോഡിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സ്ലറിയാണ്, അത് വളമായിട്ട് തെങ്ങിൻ്റെ ചോട്ടിലുമൊക്കെ നമുക്ക് നിക്ഷേപിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാമൂഹിക പ്രശ്നങ്ങളും ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ ഉണ്ടാകുന്നില്ല. അപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 45 ലക്ഷം രൂപ ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മുടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് സോയാൻഡും അവരെ തന്നെ നമ്മൾ ചുമതലപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ ഇത് ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കമ്പനിയെ തന്നെ വരുന്ന ഒരു വർഷത്തേക്ക് അതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഏൽപ്പിക്കും.